നിങ്ങളുടെ സമാധാനവും ഊർജവും വെറുതെ തർക്കിച്ചു തീർക്കുകയാണോ? എങ്കിൽ സൂക്ഷിക്കുക. വിഡ്ഢികളുമായി വാദിക്കുന്നതും നിങ്ങളെ കുറ്റം പറയുന്നവർക്ക് മറുപടി നൽകുന്നതും ബുദ്ധിയല്ല, മറിച്ച് വലിയൊരു മണ്ടത്തരമാണെന്ന് ആചാര്യ ചാണക്യൻ തന്റെ ഗ്രന്ഥമായ ചാണക്യനീതികൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നെഗറ്റിവിറ്റിയും ടെൻഷനും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് നമ്മെ താഴെയിറക്കാൻ നോക്കുന്നവരെ എങ്ങനെ തന്ത്രപരമായി അവഗണിച്ച് വിജയിക്കാം? എല്ലാവരും നിങ്ങളെ കുഴപ്പങ്ങളിൽപ്പെടുത്താനും ഊർജം കവർന്നെടുക്കാനും ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചാണക്യൻ പഠിപ്പിക്കുന്ന ആ 8 വഴികൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആ അറിവിലേക്കായി നമുക്ക് ശ്രദ്ധിച്ചു മുന്നോട്ട് നീങ്ങാം. ജീവിതമാകുന്ന ഈ വലിയ മത്സരത്തിൽ എപ്പോൾ എങ്ങനെ അവഗണന പരിശീലിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പതിയെ നിങ്ങൾ ആ ഓട്ടത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. എന്നാൽ അവഗണനയുടെ കലയിൽ മാസ്റ്ററാകുന്ന വ്യക്തിയാണ് യഥാർത്ഥ കളിക്കാരൻ. അയാൾ മാത്രമാണ് തന്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുന്നത്. വെറുതെ അവഗണിക്കുകയല്ല, മറിച്ച് മറ്റുള്ളവർ നിങ്ങളുടെ പിന്നാലെ വരുന്ന രീതിയിൽ എങ്ങനെ അവഗണിക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ 8 വഴികൾ പിന്തുടരുമ്പോൾ നിങ്ങളുടെ മാനസിക സമാധാനം നിലനിർത്താൻ കഴിയുമെന്ന് മാത്രമല്ല, ഓരോ ചെറിയ കാര്യത്തിനും പ്രതികരിച്ച് സ്വയം കുഴപ്പത്തിലാക്കുന്ന കഴുതക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുകയും ചെയ്യും. എപ്പോഴും തർക്കങ്ങളിൽ ചാടി വീഴുകയും എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിച്ച് സ്വന്തം ഊർജം പാഴാക്കുകയും ചെയ്യുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തനായിരിക്കും. നിങ്ങൾ ആ ആൾക്കൂട്ടത്തിന് മുകളിലായിരിക്കും. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള വഴി സ്വയം തുറക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ അവഗണിക്കാൻ പഠിക്കുന്ന ആ തകർപ്പൻ വഴികളെക്കുറിച്ചാണ്. ആർക്കാണോ ഈ വിദ്യ വശമായത് അവന്റെ ജീവിതത്തിന്റെ കളി തന്നെ മാറും. വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് നൽകുന്നുണ്ട്. അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒപ്പം ഈ ലോകത്തിലെ കഴുതക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായും വേർതിരിച്ചു നിർത്തും. ഒരു പ്രത്യേക ക്ലാസ്, പ്രത്യേക ഐഡന്റിറ്റി ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ശീലം കൊണ്ട് തുടങ്ങാം. ശീലം 1: മനസ്സിന്റെ കളി മനസ്സിലാക്കുക. മൈൻഡ് സെറ്റ് ഈസ് കീ. നിങ്ങൾക്ക് അവഗണിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കളി മുഴുവൻ നിങ്ങളുടെ മനസ്സിൻ്റേതാണെന്നാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വരും. അത് പരീക്ഷയിലെ പരാജയമാകാം, ബിസിനസ്സിലെ നഷ്ടമാകാം, അല്ലെങ്കിൽ ഒരു ബന്ധത്തിലെ വിള്ളലാകാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഒരു സംഘർഷം തുടങ്ങും. പുറത്തെ സാഹചര്യങ്ങൾ നമ്മെ നിരാശപ്പെടുത്തുന്നു, അകത്തെ മനസ്സ് അസ്വസ്ഥമാകുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് ശക്തമായൊരു മാനസികാവസ്ഥയും നിരാശയിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് ചിന്താഗതിയുമാണ്. ഇവിടെ ചാണക്യനീതി വളരെ ഉപയോഗപ്രദമാകുന്നു. മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥയാണ് അവന്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവുമെന്ന് ചാണക്യൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലിയ കലയെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തമാക്കിയാൽ നിങ്ങൾക്കെല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരത നിലനിർത്താൻ കഴിയും. അതുകൊണ്ട് ലോകം എപ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിക്കില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാവരും നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കുകയുമില്ല. എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു വരികയുമില്ല. ഇങ്ങനെയിരിക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചാൽ തളർന്നു പോകും. അതുകൊണ്ട് കാര്യങ്ങളെയും ആളുകളെയും അവഗണിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ വഴക്കുകളിൽ നിന്നും വിഷലിപ്തമായ ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്നത് വിജയത്തിനും മാനസിക സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം പോസിറ്റീവ് ദിശയിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് പോസിറ്റിവിറ്റിയുടെ യഥാർത്ഥ ശക്തി. നിങ്ങളുടെ മനസ്സിൽ ശാന്തി നിലനിൽക്കുന്നു, ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാകും, പക്ഷേ അവയുമായി മുന്നോട്ടു പോകേണ്ടി വരും. ചാണക്യൻ ഇതിനുദാഹരണമായി റോസാപ്പൂവിനെയും മുള്ളുകളെയും ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ റോസാപ്പൂവിനും മുള്ളുകളുണ്ട്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും മുള്ളുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ അവയിൽ നിന്ന് ഒഴിഞ്ഞുമാറി പൂവിലെത്താൻ സാധിക്കും. ഇത് സമൂഹത്തിനും ബന്ധങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും ബാധകമാണ്. എല്ലായിടത്തും ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകും. പക്ഷേ അവയുമായി പോരടിക്കുന്നതിന് പകരം ഒഴിഞ്ഞുമാറാനുള്ള വഴി നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങളുടെ ഊർജവും സമയവും പാഴാക്കില്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ
ചവരിൽ നിന്ന് ശ്രദ്ധ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നീ വിവരങ്ങളും ആളുകളുടെ സംസാരവും നെഗറ്റിവിറ്റിയും വളരെ കൂടുതലാണ്. നിങ്ങൾ എല്ലാ തിന്മകളോടും പോരാടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ എല്ലാ ഊർജവും അവിടെ അവസാനിക്കും. ബുദ്ധിമാനായ വ്യക്തി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടില്ലെന്ന് ചാണക്യനും പറയുന്നു. അദ്ദേഹം തന്റെ ഊർജം ശരിയായ സ്ഥലത്ത് വിനിയോഗിച്ച് സമയം ലാഭിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക. നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്നും വിഷലിപ്തമായ ആളുകളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഒരു തവണ പരാജയപ്പെട്ടാലും നിരാശപ്പെട്ട് തോൽക്കരുത്. വീണ്ടും വീണ്ടും വീണിട്ടും എഴുന്നേൽക്കുന്നവനാണ് വിജയി എന്ന് ചാണക്യനീതിയിൽ പറയുന്നു. നിങ്ങളുടെ മനസ്സിനെ അത്രത്തോളം പോസിറ്റീവാക്കി വയ്ക്കുക. പരാജയം നിങ്ങൾക്ക് അവസാനമാകാതെ പുതിയ തുടക്കത്തിനുള്ള പ്രചോദനമാകട്ടെ. ഈ മുഴുവൻ പ്രക്രിയയിലും പോസിറ്റീവ് മനോഭാവത്തിനാണ് ഏറ്റവും വലിയ പങ്ക്. നിങ്ങൾ കാര്യങ്ങളെ അവഗണിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുകയും ജീവിതത്തിന് മെച്ചപ്പെട്ട ദിശ നൽകുകയും ചെയ്യുന്നു. മനസ്സിന്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയില്ല എന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ പുറത്തുള്ള ഒരു തടസ്സത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ താക്കോൽ. ശീലം 2. എല്ലാവർക്കും മറുപടി കൊടുക്കാതിരിക്കുക. ലെറ്റ് ടൈം ആൻസർ. നോക്കൂ, എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മറുപടി കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം ചെയ്തു കാണിക്കുക എന്നതാണ്. പലരും നിങ്ങളെ പ്രകോപിപ്പിക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പരാജയപ്പെടുമെന്നും പറയും. എന്നാൽ ഈ വാക്കുകൾക്ക് വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് മറുപടി നൽകേണ്ടത്. ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു, സമയത്തേക്കാൾ വലിയ മറുപടി നൽകുന്നവനില്ല. അതായത്, നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന ആളുകളെ കാലം തന്നെ താഴ്ത്തിക്കൊള്ളും. നിങ്ങൾ ക്ഷമയോടെയും കഠിനാധ്വാനത്തോടെയും നിങ്ങളുടെ ദിശയിൽ മുന്നോട്ടു പോയാൽ മതി. വ്യർത്ഥമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനാണ് ബുദ്ധിമാനെന്നും ചാണക്യൻ പറയുന്നു. ഇന്നവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാകാം, പക്ഷേ നാളെ നിങ്ങൾ അവരുടെ പ്രശംസ നേടും. നിങ്ങൾ അവരുടെ വാക്കുകളിൽ കുടുങ്ങാതെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഈ മൗനവും ഈ ശാന്തതയുമാണ് ഏറ്റവും വലിയ മറുപടി. മറുപടി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ജോലി കൊണ്ടു കൊടുക്കുക, വിജയം കൊണ്ടു കൊടുക്കുക. നിങ്ങളുടെ വീടും കാറും നിങ്ങളുടെ വ്യക്തിത്വവുമായിരിക്കും നിങ്ങളുടെ മറുപടി. ആളുകൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അവഗണിക്കുക, വളരുക. ഇതാണ് ചാണക്യനീതി. സമയം പാഴാക്കാതെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. നായകൾ കുരച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ ആന അതിന്റെ വഴിക്ക് നടക്കും. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, നിങ്ങൾക്കുള്ള മറുപടി എന്റെ വിജയം നൽകും. എന്നിട്ട് മിണ്ടാതെ നിങ്ങളുടെ ജോലിയിൽ മുഴുകുക. ശീലം 3. ഇല്ല പറയാൻ പഠിക്കുക. ലേൺ ടു സേ നോ. ജീവിതത്തിൽ പോസിറ്റീവായി ഇരിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ഇല്ല എന്ന് പറയാനും പഠിക്കുന്നത്. കൂടുതൽ നല്ലവരും നിഷ്കളങ്കരുമായ ആളുകൾക്ക് പെട്ടെന്ന് ആർക്കും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അവർ എല്ലാ ജോലികൾക്കും തയ്യാറാകും. ഞാനത് നിങ്ങൾക്കായി ചെയ്യാമെന്ന് ചിന്തിക്കും. പിന്നീട് അവർ ദുഃഖിക്കും. ഞങ്ങളെപ്പോലെ നല്ല ആളുകൾക്ക് മാത്രം എന്തിനാണിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കും. അതെ, നല്ല ആളുകൾക്ക് തന്നെ മോശം സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കില്ല? ഈ കാര്യം ചാണക്യനീതിയിലും വ്യക്തമാണ്. ഒരാൾ തന്റെ അതിർവരമ്പ് നിശ്ചയിക്കണം. കാരണം അതിരുകളില്ലാത്ത ജീവിതത്തിൽ ആളുകൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുന്നതും ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുന്നതും ബുദ്ധിമാന്മാർക്ക് മാത്രം കഴിയുന്ന ഒരു കലയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ കാര്യത്തിലും അതേ പറയുന്നവർ ഒടുവിൽ മറ്റുള്ളവരുടെ ഭാരത്താൽ അമർന്നുപോവുകയും സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോവുകയും ചെയ്യുന്നു. നിങ്ങളുടെ അതിരുകൾ സ്ഥാപിക്കാനും നിങ്ങളുടെ ശക്തി തിരിച്ചറിയാനും മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ കുനിയാതിരിക്കാനും ചാണക്യൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ തലയിൽ കയറ്റിയിരുത്തിയാൽ അവസാനം നിങ്ങൾ മുഖം കുത്തി വീഴും. അത്രയും ഭാരം താങ്ങാൻ എളുപ്പമല്ല. നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കാൻ ആളുകൾ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ കുനിയുമ്പോൾ അവർ നിങ്ങളുടെ കഴുത്തറയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ളവരെ വേരോടെ ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിലും അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുന്നതും ബുദ്ധിമുട്ടാണ് എന്ന് ചാണക്യനീതിയിൽ പറയുന്നു. പരമാവധി എന്താണ് സംഭവിക്കുക? ആളുകൾക്ക് നിങ്ങളോട് ദേഷ്യം വരും. അവർ നിങ്ങളെ വിട്ടുപോകും.
അവരില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ സ്വന്തം ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ ഒരാളെ അവഗണിച്ചാൽ അവർക്ക് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ കഴിയില്ല. അവഗണിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ശാന്തമായി ഇരിക്കുക, മൗനം പാലിക്കുക, നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ഒരു മൃഗത്തിനു പോലും അറിയാം. എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങളത് നിഷേധിച്ചേ മതിയാവൂ. അതിൽ ലജ്ജയോ ദൗർബല്യമോ ഇല്ല. ആർക്കാണോ സ്വന്തം അതിരുകൾ നിശ്ചയിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനും കഴിയുന്നത്, അവരാണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ഈ ലോകത്ത് വന്നത്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ജനിച്ചത്? നിങ്ങൾക്ക് സ്വന്തമായൊരു അസ്തിത്വമില്ലേ? സ്വപ്നങ്ങളില്ലേ? ആത്മാഭിമാനമില്ലേ? എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ അവഗണിക്കുക. അവർ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകട്ടെ. നിങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുള്ളവരുമായി കൂട്ടുചേരാതിരിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി, സുഹൃത്ത്, സഹപ്രവർത്തകൻ, ശത്രു എന്നിവരെ തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനമാണ് എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ ശക്തി അറിയുക, അതിരുകൾ നിശ്ചയിക്കുക. ഓരോ വിജയിയും എല്ലാ ദിവസവും തന്റെ ഭയത്തെ, അലസതയെ, രാത്രിയിലെ ഉറക്കത്തെ, കംഫർട്ട് സോണിനെ അവഗണിക്കാൻ പഠിക്കുന്നു. അവരെല്ലാവരോടും ഇല്ല പറയാൻ പഠിക്കുന്നു. അതുവഴി തങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയവും സമാധാനവും കണ്ടെത്താൻ കഴിയുന്നു. നല്ലവനാകാൻ ശ്രമിക്കാതെ വിവേകത്തോടും ശക്തിയോടും കൂടി മുന്നോട്ടു പോവുക. ശീലം 4. ഉപേക്ഷിക്കാൻ പഠിക്കുക. ലേൺ ടു ലെറ്റ് ഗോ. മുന്നോട്ടു പോകാൻ എന്താണ് പഠിക്കേണ്ടത്? ഞാൻ പറയുന്നു, മുന്നോട്ടു പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പഠിക്കണം. നിങ്ങൾ ഓട്ടോയിലോ ടാക്സിയിലോ ട്രെയിനിലോ പോകുമ്പോൾ സാധനങ്ങൾ നിറച്ചുകൊണ്ടുപോകുമല്ലേ? പക്ഷേ നിങ്ങൾ വിമാനത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കൈവശം പരിമിതമായ സാധനങ്ങളെ ഉണ്ടാകൂ. എന്തുകൊണ്ട്? കാരണം ഒരു നിശ്ചിത അളവിനു ശേഷം, ഒരു നിശ്ചിത ഭാരത്തിനു ശേഷം നിങ്ങളുടെ സാധനങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പണം നൽകേണ്ടിവരും. എന്തുകൊണ്ട് നൽകണം? എയറിൽ പറന്നുയരണം. കൂടുതൽ ഇന്ധനം വേണ്ടിവരും. ഭാരം കൂടും. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാരം കുറയ്ക്കണം. നിങ്ങൾക്ക് പറന്നുയരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നീക്കം ചെയ്യേണ്ടിവരും. തന്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും, ചിന്തകളും ശീലങ്ങളും ഉപേക്ഷിക്കണമെന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. മാനസികമോ ഭൗതികമോ ആകട്ടെ, ഏതു വലിയ ഭാരവും ചുമന്ന് മുന്നോട്ടു പോകുന്നത് അസാധ്യമാണ് എന്ന് ചാണക്യൻ പറയുന്നു. മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകൾ, നെഗറ്റിവിറ്റി, അനാവശ്യമായ ആശങ്കകൾ എന്നിവ നീക്കം ചെയ്യുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നത്. കഴിഞ്ഞ കാലത്തിന്റെ ഭാരം, ആളുകളുടെ വിമർശനങ്ങൾ, അനാവശ്യ സംസാരങ്ങൾ എന്നിവ ഉപേക്ഷിക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനും വിജയിയുമാകുന്നത് എന്ന് ചാണക്യൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ചുറ്റുമുള്ളവരെന്താണ് പറയുന്നത്? ആര് നിങ്ങളെക്കുറിച്ച് എന്ത് കമന്റ് ചെയ്യുന്നു? നിങ്ങളുടെ പ്രശ്നമെന്താണ്? ബുദ്ധിമുട്ടെന്താണ്? ഇതെല്ലാം ജീവിതത്തിൽ സാധാരണമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ചാണക്യനീതി പഠിപ്പിക്കുന്നത്. ആ നെഗറ്റീവ് വാക്കുകളും ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ നിങ്ങൾക്കുയരത്തിൽ പറക്കാൻ കഴിയൂ. നിങ്ങളുടെ ചിന്തകൾ എത്രത്തോളം ലഘുവായി സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്കുയരാൻ കഴിയും. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പഠിക്കുക. പഴയ ചിന്തകൾ, പഴയ ഭയങ്ങൾ, നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന ആളുകളുടെ വാക്കുകൾ. മനസ്സിന്റെ ഭാരം ലഘുവായി സൂക്ഷിക്കുകയും പുതിയ അവസരങ്ങൾക്കായി എപ്പോഴും തയ്യാറായിരിക്കുകയും ചെയ്യുന്നവനാണ് വിജയി എന്ന് ചാണക്യൻ പറയുന്നു. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ പറന്നുയരാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനും കഴിയൂ. ശീലം 5. എല്ലാ കാര്യത്തിനും വിശദീകരണം നൽകേണ്ട. സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ്. നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് വിശദീകരണം നൽകാൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ദുർബലനാക്കുകയാണ് എന്ന് വിശ്വസിക്കുക. ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തിനാണ് അദ്ദേഹത്തെ വേണ്ടെന്ന് വെച്ചത്? എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നത് നിർത്തിയത്? ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകാതിരുന്നത്? എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകാനും നിങ്ങളുടെ വാദം തെളിയിക്കാനുമുള്ള ഈ ശീലം പതിയെ പതിയെ നിങ്ങളുടെ മാനസിക ഊർജം ഇല്ലാതാക്കും. എല്ലാവർക്കും മറുപടി നൽകേണ്ടത് അത്യാവശ്യമല്ല. നിങ്ങൾ കോടതിയിലിരിക്കുകയല്ല എല്ലാ തീരുമാനങ്ങൾക്കും തെളിവ് നൽകാൻ. നിങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മുൻഗണനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്നിവയ്ക്ക് മറ്റൊരാളുടെ അനുമതി തേടേണ്ട ആവശ്യമില്ല. മൗനം സർവാർത്ഥ സാധനം. അതായത് മൗനം പലപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി തോന്നുന്നു. കാരണം നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളുടെ മൗനത്തിലും മറുപടി ലഭിക്കും. മനസ്സിലാകാത്തവർക്ക് നിങ്ങൾ എത്ര വിശദീകരിച്ചു കൊടുത്താലും അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശദീകരണം നൽകുന്നത് നിർത്തുക എന്നതാണ്. എല്ലാ മനുഷ്യർക്കും മറുപടി നൽകുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല.
കാരണം അങ്ങനെ ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ സ്വയം അസന്തുഷ്ടനാകുന്നു. നിങ്ങളുടെ ജോലി മുന്നോട്ടു പോകുക, നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക, അത് ശരിയായ ദിശയിൽ ഉപയോഗിക്കുക എന്നതാണ്. വിശദീകരണം നൽകുന്നത് ഒരുതരം ഭിക്ഷയാണ്, അംഗീകാരത്തിനായുള്ള ഭിക്ഷ. നിങ്ങൾ വിശദീകരണം നൽകുന്നു എന്ന ആളുകൾ കണ്ടാൽ അവർ നിങ്ങളെ വീണ്ടും വീണ്ടും വിലയിരുത്തും, വീണ്ടും വീണ്ടും കടുപ്പമേറിയ പരീക്ഷകൾക്ക് വിധേയമാക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ശീലമുണ്ടാക്കുക. വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ മൗനം പാലിക്കുക. ഒരു ചിരിയോടെ മുന്നോട്ടു പോകുക. സമയം സ്വയം പറയും നിങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന്. നിങ്ങൾ ശരിയാണെങ്കിൽ സമയം നിങ്ങൾക്ക് ഏറ്റവും വലിയ സാക്ഷിയാകും. ശീലം 6. ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫോക്കസ് ഓൺ യുവർ ഗോൾ. വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ചെറിയ യുദ്ധങ്ങൾ തോൽക്കണമെന്ന് പറയാറുണ്ട്. അതിനർത്ഥം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ അവ നേടുന്നതിനുള്ള വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒരാൾ തന്റെ ലക്ഷ്യം വ്യക്തവും സ്ഥിരതയുള്ളതുമായി നിലനിർത്തണം എന്ന് ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ലക്ഷ്യം വലുതാണെങ്കിൽ അതിന്റെ വഴിയും കഠിനമായിരിക്കും. പക്ഷേ മനസ്സ് സ്ഥിരമായി നിലനിർത്തുന്നവൻ തന്നെയാണ് ഒടുവിൽ വിജയിക്കുന്നത് എന്ന് ചാണക്യനീതിയിൽ പറയുന്നു. നിങ്ങളുടെ ലക്ഷ്യം മാമ്പഴമാണ്, മാവല്ല. അതായത് അനാവശ്യ കാര്യങ്ങളിലല്ല, ആ ലക്ഷ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഊർജവും കഠിനാധ്വാനവും കേന്ദ്രീകരിക്കണം. ആളുകളുടെ പണി പറയുക, ബുദ്ധിമുട്ടിക്കുക എന്നതാണ്. അവർ നിങ്ങളെ തടയാൻ ശ്രമിക്കും, നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ലക്ഷ്യം നേടാൻ പൂർണ്ണമായ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുക എന്നതാണ്. ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജവും പാഴാക്കരുത്. ബുദ്ധിമാനായ വ്യക്തി തന്റെ ലക്ഷ്യത്തിനായി സമയവും ഊർജവും ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നു, അല്ലാതെ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങുന്നില്ല എന്ന് ചാണക്യൻ പറയുന്നു. ജോലി എത്ര വലുതോ അത്രയും വലിയ വെല്ലുവിളി. ലക്ഷ്യം എത്ര വലുതോ അത്രയും വലിയ പ്രശ്നം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ വഴിയിൽ തടസ്സങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ അസ്വസ്ഥനാകരുത്, പിന്നോട്ടു പോകരുത്. തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവൻ, ബുദ്ധിപൂർവവും ക്ഷമയോടെയും ബുദ്ധിമുട്ടുകളെ നേരിടുന്നവൻ മാത്രമാണ് വിജയത്തിന്റെ കൊടുമുടിയിലെത്തുന്നത് എന്ന് ചാണക്യനീതിയിൽ പറയുന്നു. ഓർക്കുക, ഈ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് നിങ്ങൾ തുടങ്ങിയത്. ഇത് നേടുന്നതുവരെ ഭക്ഷണം, വീട്, അയൽക്കാർ എല്ലാം എങ്ങനെയെങ്കിലും നടന്നുപോകും. പക്ഷേ ലക്ഷ്യമില്ലാത്ത ജീവിതം അപൂർണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ നിലനിർത്തുക. എനിക്കെന്റെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ വേണം. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഇരിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അനാവശ്യ ആളുകളെയും ശ്രദ്ധ പാറ്റുന്ന കാര്യങ്ങളെയും അവഗണിക്കുക. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് എത്തേണ്ടത്, അത് നേടിക്കാണിക്കുക. ചാണക്യനീതിയിൽ നിന്ന് പഠിക്കുക. ലക്ഷ്യം നേടുന്നതിനുള്ള ഉറച്ച നിശ്ചയം, സംയമനം, ഏകാഗ്രത എന്നിവയാണ് വിജയത്തിന്റെ താക്കോൽ. ശീലം 7. ലളിതനാകരുത്. ഡോണ്ട് ബി ടു സിമ്പിൾ. നിങ്ങൾ എത്രത്തോളം ലളിതനാണോ അത്രയും വേഗം മുറിക്കപ്പെടും. ഇതാണ് കാട്ടിലെ നിയമം. ഇതാണ് ജീവിതത്തിന്റെ നിയമം. നിങ്ങൾ എത്രത്തോളം നേർമയുള്ളവനും ലളിതനുമാകുന്നുവോ അത്രയും വേഗം നിങ്ങൾ കൊല്ലപ്പെടും. ഈ ലോകത്ത് ആരും ആർക്കും വേണ്ടിയുള്ളതല്ല. കൂടുതൽ ലളിതനും എല്ലാം സഹിക്കുന്നവനുമാകാൻ ശ്രമിക്കുന്നവരെ ഈ ലോകം ജീവിക്കാൻ അനുവദിക്കില്ല. ഇത് കഠിനമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഉറപ്പിക്കുന്നുവോ അത്രയും സന്തോഷത്തോടെയും വിവേകത്തോടെയും നിങ്ങൾ ജീവിതം ജീവിക്കാൻ പഠിക്കും. നിങ്ങളുടെ ലാളിത്യവും നിഷ്കളങ്കതയും മുതലെടുക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ചാണക്യൻ തന്റെ നീതിയിൽ വ്യക്തമായി പറയുന്നു. സാധാരണക്കാരും നിഷ്കളങ്കരുമായ ആളുകൾ പലപ്പോഴും ചതിക്കും വഞ്ചനയ്ക്കും ഇരയാകുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കാനും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനും ചാണക്യൻ പഠിപ്പിക്കുന്നു. വിവേകവും സംയമനവുമില്ലാത്ത ലാളിത്യം എന്നാൽ സ്വയം ദുർബലപ്പെടുത്തുക എന്നാണ് അർത്ഥം. ജീവിതത്തിൽ സ്ഥിരതയ്ക്കും വിജയത്തിനും ലാളിത്യത്തോടൊപ്പം ശക്തിയും വിവേകവും അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തുക. സ്വന്തം മനസ്സും വിവേകവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സ്ഥിരതയും വിജയവും നേടുന്നത് എന്ന് ചാണക്യൻ പറയുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ദുഃഖിക്കുകയും സ്വയം നശിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഊർജം ഇല്ലാതാക്കുക മാത്രമേ ചെയ്യൂ. നിങ്ങൾ അവഗണിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നു. വിവേകപരമായ അവഗണനയ്ക്ക് ചാണക്യനീതിയിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് ആവശ്യമുള്ളപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളെയും ആളുകളെയും അവഗണിക്കുക. അവഗണിക്കുന്നതും അഹങ്കാരം കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലർ പറയും ഇയാൾക്ക് അഹങ്കാരമാണെന്ന്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനോഭാവം അല്പം കടുപ്പമുള്ളതാക്കിയാൽ അത് ശക്തിയുടെ അടയാളമായിരിക്കും. ആളുകൾ അവരെ നിസ്സാരമായി കാണാതിരിക്കാൻ ഒരാൾ തൻ്റെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നിലനിർത്തണമെന്ന് ചാണക്യനീതി ഊന്നി പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ശക്തി കാണിക്കുമ്പോൾ ആളുകൾ ആദ്യം ചിന്തിക്കും ഇതൊരു ശക്തമായ വ്യക്തിത്വമാണ്, ഇയാളെ നിസ്സാരമായി എടുക്കാൻ പാടില്ല എന്ന്. ഇത് നിങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജോലികൾ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. നിങ്ങളുടെ ജോലി നടക്കുന്നുണ്ടല്ലോ,
അതാണ് പ്രധാനം. ഇതാണ് ചാണക്യന്റെ ഉപദേശം. ജീവിതത്തിൽ ലാളിത്യവും നേർമയും നല്ലതാണ്. എന്നാൽ വിവേകം, ആത്മരക്ഷ, ഉറച്ച നിശ്ചയം എന്നിവയില്ലാതെ ഇത് ബുദ്ധിമുട്ടാണ്. ഈ സന്തുലിതാവസ്ഥ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സഹായിക്കും. ശീലം 8. അല്പം പുറം ലോകക്കാരനാകുക. ബി എ ലിറ്റിൽ ഡിറ്റാച്ച്ഡ്. നിങ്ങൾ ഒരുപാട് കേൾക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഉടൻ ചോദിക്കും, ഓഹോ, എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞത്? എന്നിട്ട് കേൾക്കാൻ ആഗ്രഹം തോന്നും. നിങ്ങളെക്കുറിച്ച് ഒരാൾ വന്ന് മോശമായി സംസാരിച്ചാൽ നിങ്ങൾ ചോദിക്കും, ഇനിയും എന്താണ് പറഞ്ഞത്? ഇത്രയധികം താൽപ്പര്യം എന്തിനാണ് കാണിക്കുന്നത്? ആ വ്യക്തി ഇത് മുതലെടുക്കും. കാരണം നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങൾ കേൾക്കുമെന്ന് അയാൾക്കറിയാം. ഈ ശീലം നിങ്ങൾക്ക് ദോഷകരമാണ്. മറ്റൊരാളുടെ വാക്കുകളിൽ കുടുങ്ങി സ്വന്തം ഊർജവും സമയവും പാഴാക്കുന്ന വ്യക്തി ദുർബലനാകുന്നു എന്ന് ചാണക്യൻ തന്റെ നീതിയിൽ വ്യക്തമായി പറയുന്നു. മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ കേൾക്കുന്നത് നിർത്തുക എന്ന് ചാണക്യൻ വിവേകത്തോടെ ഉപദേശിക്കുന്നു. കാരണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ദൗർബല്യമാണ് തേടുന്നത്. നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അവൻ സ്വയം തളരും. നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ, സുഹൃത്തെ, നിങ്ങളത് വിട്ടേക്കൂ, ഞാൻ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, എങ്കിൽ അയാൾക്ക് 20 മിനിറ്റ് പാഴാക്കാൻ ധൈര്യം വരില്ലായിരുന്നു. പിന്നീട് നിങ്ങളുടെ 20 മണിക്കൂർ കൂടി പാഴാകാൻ സാധ്യതയുണ്ട്. ഒരാൾ തൻ്റെ ചിന്തകളെയും സമയത്തെയും വിലമതിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. അനാവശ്യ കാര്യങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ വിഭവങ്ങൾ പാഴാക്കരുത്. നിങ്ങളുടെ അനുമതിയില്ലാതെ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് ഇടം നൽകേണ്ടതെന്നും ആരെയാണ് പുറത്താക്കേണ്ടതെന്നും നിങ്ങൾ സ്വയം തീരുമാനിക്കണം. നിങ്ങൾ കേൾക്കുന്നത് നിർത്തിയാൽ സംസാരിക്കുന്ന ആൾക്ക് തോന്നും, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? ഇയാൾക്ക് എൻ്റെ വാക്കുകളുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. അയാൾ തന്നെ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥ ശക്തി. മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി അവഗണിക്കുകയും നിങ്ങളുടെ വഴിയിൽ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുക. ബോണസ് പോയിന്റ്: ദ ലെസ് യു സ്പീക്ക്, ദ മോർ വാല്യൂ യു ഹോൾഡ്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ്: ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിച്ചാൽ ആളുകൾ എന്നെ മനസ്സിലാക്കുമെന്ന്. ഇല്ല, നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. തന്നെ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുന്ന ആളുകൾക്ക് വിശദീകരണം നൽകുന്ന വ്യക്തിയുടെ മൂല്യം പതിയെ പതിയെ കുറയും. ആളുകൾ അവൻ്റെ വാക്കുകളെ ഗൗരവമായി എടുക്കുന്നത് നിർത്തും. കാരണം അവൻ എല്ലാ സമയത്തും ലഭ്യമായ ഒരാളായി സ്വയം മാറി. ആലോചിച്ചു നോക്കൂ, ഒരു ബ്രാൻഡിൻ്റെ മൂല്യം നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അതെല്ലാ കടകളിലും കാണുമ്പോഴാണോ? അതോ അപൂർവമാകുമ്പോൾ, ലിമിറ്റഡ് എഡിഷൻ ആകുമ്പോൾ? ഇത് മനുഷ്യർക്കും ബാധകമാണ്. ഞാൻ ശരിയാണെന്ന്, എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഓരോ നിമിഷവും ശ്രമിച്ചാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ വാക്കുകളുടെ മൂല്യം കുറയ്ക്കുകയാണ്. മൗനം പാലിക്കുന്നതും ചില കാര്യങ്ങൾ സമയത്തിന് വിട്ടുകൊടുക്കുന്നതും പക്വതയുടെ ലക്ഷണമാണ്. മൗനം പലപ്പോഴും ഏറ്റവും വലിയ ഉത്തരമാണെന്ന് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു. കാരണം നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ മുന്നിലുള്ളയാൾ സ്വയം ചിന്തിക്കാൻ നിർബന്ധിതനാകും. എന്തുകൊണ്ടാണ് ഇയാൾ ഒന്നും പറയാതിരുന്നത്? ഈ സസ്പെൻസ് നിങ്ങളുടെ ശക്തിയായി മാറുന്നു. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് എല്ലാവരും സംസാരിക്കുന്നു, ന്യായീകരിക്കുന്നു, ട്രെൻഡുകൾ പിന്തുടരാൻ ശ്രമിക്കുന്നു. എന്നാൽ അല്പം മൗനം പാലിക്കുന്ന, അല്പം ആന്തരികമായി കഠിനാധ്വാനം ചെയ്യുന്ന, അല്പം കുറച്ചു മാത്രം പുറത്തു കാണിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തനായി കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? കാരണം അവൻ്റെ സാന്നിധ്യം അപൂർവമാണ്. അപൂർവമായത് എപ്പോഴും വിലയേറിയതായിരിക്കും. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട്, അയാൾ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് മറുപടി നൽകാതിരുന്നത് എന്ന് ചോദിച്ചാൽ പുഞ്ചിരിക്കുക. എന്നിട്ട് പറയുക, കാരണം എൻ്റെ മറുപടി എൻ്റെ വിജയമാണ്. മറ്റുള്ളവർക്ക് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. ഓർക്കുക, മൗനം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഉച്ചമുള്ള ശബ്ദമാണ്. തന്നെ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നവൻ സ്വന്തം മൂല്യം കുറയ്ക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾ ആദ്യം ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ശീലമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകമായതെന്ന് കമന്റിൽ പറയുക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താം. പറക്കട്ടെ പ്രകാശം.